ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമേത്? ഉത്തരം ജീവകം ഇ. ജീവകം ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പാണ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമായ രോഗാണുവേത്? ഉത്തരം ആൽഫ വൈറസ്. ആൽഫ വൈറസ് ആണ് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമായ രോഗാണു. ഏത് അവയവത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി? ഉത്തരം ശ്വാസകോശം. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി. ശരീരത്തിൽ ഫ്ലോട്ടിംഗ് ബോൺ എന്നറിയപ്പെടുന്ന അസ്ഥി ഏത്? ഉത്തരം ഹയോയിഡ്. ഹയോയിഡാണ് ശരീരത്തിൽ ഫ്ലോട്ടിംഗ് ബോൺ എന്നറിയപ്പെടുന്ന അസ്ഥി. ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഏപ്രിൽ 17. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്. പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം ബെനഡിക്റ്റ് റിയേജൻറ്റ്. ബെനഡിക്റ്റ് റിയേജൻ്റാണ് പഞ്ചസാരയുടെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. തൈറോക്സിൻ്റെ ഉത്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം ഗ്രേവ്സ് രോഗം. ഗ്രേവ്സ് രോഗമാണ് തൈറോക്സിൻ്റെ ഉത്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന രോഗം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം ഏത് ജില്ലയിലാണ്? ഉത്തരം ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം. 2025 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ച തപസ്വിനി അമ്മ എന്ന കൃതിയുടെ കർത്താവാര്? ഉത്തരം MK സാനു. അദ്ദേഹം 98 വയസ്സിലാണ് ഈ കൃതി രചിച്ചത്. തൻ്റെ 98 വയസ്സിൽ ആണ് MK സാനു തപസ്വിനി അമ്മ എന്ന കൃതി രചിച്ചത്. ഈ കൃതിയാണ് 2025 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ചത്. സ്വർണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡാണ് സ്വർണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ്. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിതയാര്? ഉത്തരം പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ചാലിയാർ. ചാലിയാറാണ് നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി. മാലദ്വീപിൽ ഹനിമാഥു രാജ്യാന്തര വിമാനത്താവളം നിർമ്മിക്കാൻ സഹായിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയാണ് മാലദ്വീപിൽ ഹനിമാഥു രാജ്യാന്തര വിമാനത്താവളം നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം. 2025 UN ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു? ഉത്തരം ബ്രസീലിലെ ബെലെം. ബ്രസീലിലെ ബെലെം ആണ് 2025 UN ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള US-ൻ്റെ പദ്ധതി ഏത്? ഉത്തരം ആർട്ടിമിസ്. ആർട്ടിമിസ് ആണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാനുള്ള US-ൻ്റെ പദ്ധതി. അസമിലെ കരീംഗഞ്ച് ജില്ലയുടെ പുതിയ പേരെന്ത്? ഉത്തരം ശ്രീഭൂമി. ശ്രീഭൂമി എന്നാണ് അസമിലെ കരീംഗഞ്ച് ജില്ലയുടെ പുതിയ പേര്. അവനവൻ കടമ്പ പുരസ്കാരം നേടിയ പടയണി ആചാര്യൻ ആര്? ഉത്തരം പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ള. പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ പിള്ളയാണ് അവനവൻ കടമ്പ പുരസ്കാരം നേടിയ പടയണി ആചാര്യൻ. വെനേറ ഡി ഏതു രാജ്യത്തിൻ്റെ ശുക്രപര്യവേക്ഷണമാണ്? ഉത്തരം റഷ്യ. റഷ്യയുടെ ശുക്രപര്യവേക്ഷണമാണ് വെനേറ ഡി. നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഉത്തരം 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എക്സിമ ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏത്? ഉത്തരം ത്വക്ക്. ത്വക്കാണ് എക്സിമ ബാധിക്കുന്ന ശരീരത്തിലെ അവയവം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലമേത്? ഉത്തരം മെനിഞ്ചസ്. മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലം. മൂത്രത്തിൽ എത്ര ശതമാനമാണ് യൂറിയ? ഉത്തരം 2%. 2%മാണ് മൂത്രത്തിൽ യൂറിയ കാണപ്പെടുന്നത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെ രാജ്യാന്തര പ്രതീകമേത്? ഉത്തരം ചുവപ്പ് റിബൺ. ചുവപ്പ് റിബണാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിൻ്റെ രാജ്യാന്തര പ്രതീകം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക ലോഹമേത്? ഉത്തരം മെർക്കുറി. മെർക്കുറിയാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക ലോഹം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോഹമേത്? ഉത്തരം ബ്രോമിൻ. ബ്രോമിനാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോഹം.
കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമം എന്ത്? ഉത്തരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമം. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഉത്തരം മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇഷിഹാര ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്ന രോഗമേത്? ഉത്തരം വർണ്ണാന്ധത. വർണ്ണാന്ധതയാണ് ഇഷിഹാര ടെസ്റ്റിലൂടെ നിർണ്ണയിക്കുന്ന രോഗം. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ. വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചതെന്ന്? ഉത്തരം 1950 ജനുവരി 24. 1950 ജനുവരി 24 വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. പ്രൊജക്റ്റ് ആരോ എന്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടതാണ് പ്രൊജക്റ്റ് ആരോ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലേത്? ഉത്തരം INS വിക്രാന്ത്. INS വിക്രാന്താണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാര്? ഉത്തരം സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമതലമേത്? ഉത്തരം രാജസ്ഥാൻ സമതലം. രാജസ്ഥാൻ സമതലമാണ് ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമതലം. മുംബൈയെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരമേത്? ഉത്തരം താൽഘട്ട് ചുരം. താൽഘട്ട് ചുരമാണ് മുംബൈയെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരം. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര? ഉത്തരം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി. NH 66 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം തലപ്പാടി, കളിയിക്കാവിള. തലപ്പാടി, കളിയിക്കാവിള എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് NH 66. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല. കോൽക്കാർ എന്ന സൈനിക വിഭാഗത്തെ രൂപീകരിച്ചതാര്? ഉത്തരം ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലിയാണ് കോൽക്കാർ എന്ന സൈനിക വിഭാഗത്തെ രൂപീകരിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിച്ച വർഷമേത്? ഉത്തരം 1938. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിച്ചത്. അടിലഹള നടത്തിയ നവോത്ഥാന നായകനാര്? ഉത്തരം പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് അടിലഹള നടത്തിയ നവോത്ഥാന നായകൻ. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എത്ര? ഉത്തരം 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി. ഗൾഫ് ഓഫ് മാന്നാർ ഏതെല്ലാം രാജ്യങ്ങളെ വേർതിരിക്കുന്നു? ഉത്തരം ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യയെയും ശ്രീലങ്കയെയുമാണ് ഗൾഫ് ഓഫ് മാന്നാർ വേർതിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത്? ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വിജയവാഡയിൽ. വിജയവാഡയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അലി സഹോദരന്മാർ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഖിലാഫത്ത് സമരം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടവരാണ് അലി സഹോദരന്മാർ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനം? ഉത്തരം ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. UPSC ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നതാര്? ഉത്തരം രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് UPSC ചെയർമാൻ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത്. ഒരു ബിൽ മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ലോക്സഭാ സ്പീക്കർക്ക്. ലോക്സഭാ സ്പീക്കർക്കാണ് ഒരു ബിൽ മണി ബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം. 2023 സംഭവിച്ച താനൂർ ബോട്ടപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ഉത്തരം ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനാണ് 2023 സംഭവിച്ച താനൂർ ബോട്ടപകടം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. കാപ്പെക്സ് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ്? ഉത്തരം കൈത്തറി. കൈത്തറി മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് കാപ്പെക്സ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1941. 1941 കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിതമായത്. പ്രഥമ വയലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി ഏത്? ഉത്തരം അഗ്നിസാക്ഷി. ഇത് എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം എഴുതിയ അഗ്നിസാക്ഷിയാണ് പ്രഥമ വയലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി.
രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകു മ്യൂസിയം നിലവിൽ വന്നതെവിടെ? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകു മ്യൂസിയം നിലവിൽ വന്നത്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകം ഏത്? ഉത്തരം റഡോൺ. റഡോൺ ആണ് ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഉത്കൃഷ്ടവാതകം. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഉത്തരം കുഷ്ഠം. കുഷ്ഠമാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ഏത് ലോഹത്തിൻ്റെ അയിരാണ് അസുറൈറ്റ്? ഉത്തരം ചെമ്പ്. ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. മാങ്ങയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഉത്തരം സാന്തോഫിൽ. സാന്തോഫിൽ ആണ് മാങ്ങയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു. രക്തത്തിലെ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം ഗൗട്ട്. ഗൗട്ടാണ് രക്തത്തിലെ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം. ഫോബോസ് ഏതിൻ്റെ ഉപഗ്രഹമാണ്? ഉത്തരം ചൊവ്വ. ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ്. മംഗള ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഉത്തരം കവുങ്ങ്. കവുങ്ങ് എന്ന കാർഷിക വിളയുടെ ഇനമാണ് മംഗള.